കൊച്ചിയിൽ നമുക്കറിയാം ഖാലിദ് റഹ്മാൻ അടക്കമുള്ളവർ പിടിയിലായ കഞ്ചാവ് കേസുണ്ട്. അതും ഹൈബ്രിഡ് കഞ്ചാവ് കേസ് തന്നെയാണ്. ആ കേസിൽ അന്വേഷണം ഒരുപക്ഷേ സമീർ താഹിറിലേക്കും പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല, നേരത്തെ കമ്മീഷണറുടെ വാക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് അന്വേഷണം പരിശോധന വ്യാപിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കമ്മീഷണർ പുട്ട വിമലാദിത്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്ക് ആദ്യം കമ്മീഷണറുടെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമം നമ്മൾ എല്ലാ മാസം ഈ വർഷം ജനുവരി മുതൽ എല്ലാ മാസം നമ്മൾ ഒരു ജോയിന്റ് റെയ്ഡുകൾ നടത്തുന്നുണ്ട്. എല്ലാ എക്സൈസും പോലീസ് റെയിൽവേസ് NCB കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഇവരെല്ലാം കൂടിയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ ഇതിനകത്ത് കൂടെ നമ്മൾ ശ്രമിക്കാം. അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഖാലിദ് റഹ്മാൻ അടക്കം പിടിയിലായ കേസിൽ അന്വേഷണം സമീർ താഹിർ അടക്കമുള്ളവരിലേക്ക് കൂടി പോകുന്നു എന്ന സൂചനകൾ വരുന്നു. കാരണം ഫ്ളാറ്റ് സമീർ താഹിറിന്റെ ആയിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന്. മറ്റൊന്ന്, കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് അന്വേഷണം പരിശോധന വ്യാപിപ്പിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കമ്മീഷണർ. മനു, തീർച്ചയായും ഇത്തരത്തിൽ നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ പേരുകൾ ഇപ്പോൾ ലഹരി കേസുമായി പുറത്തു വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ സെറ്റുകളിൽ പരിശോധന വ്യാപിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംയുക്തമായിട്ടായിരിക്കും എക്സൈസും ഒപ്പം ACB അടക്കമുള്ള സംഘടനകൾ ചേർന്നായിരിക്കും ഈ പരിശോധന നടത്തുക എന്നാണ് കമ്മീഷണർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും കൂടുതൽ ആളുകൾക്ക്, ഇത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സിനിമാ സെറ്റുകളിലടക്കം പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുന്നത്. നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി കേസ് പുറത്തു വന്നതിന് പിന്നാലെ കൊച്ചിയിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ചും ഒപ്പം ലഹരി ഇടപാട് കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇനി കൂടുതലും സെറ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമീറിനെ അടക്കം ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതിൽ പ്രധാനമായും സമീർ താമസിച്ചിരുന്ന ഹോട്ടലിൽ വെച്ചാണ്, ഫ്ളാറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ ഖാലിദ് റഹ്മാനും ഒപ്പം അഷ്റഫ് ഹംസയും കഞ്ചാവ് ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, ഇവർ അവിടെ സ്ഥിരമായി സന്ദർശകരാണെന്നും ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ പലരും അവിടെ വന്ന് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസിന് സംശയമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമീറിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് പോലീസിൻ്റെ ലക്ഷ്യം. ഇതുകൂടാതെ ആരിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ എത്തുന്നതെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ സമീറിനെയും ഒപ്പം ഈ രണ്ട് സംവിധായകരെയും പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി നീങ്ങുന്നത്. ഇതിൽ ഉടൻ തന്നെ ഇപ്പോൾ സമീറിന് നോട്ടീസ് അയക്കും. ഇന്നും നാളെയുമായിട്ട് സമീറിന് നോട്ടീസ് അയക്കും. അതിനുശേഷം സമീറിനെയും ഒപ്പം ഈ ജാമ്യത്തിൽ വിട്ട് രണ്ട് സംവിധായകരെയും വീണ്ടും വിളിപ്പിക്കും. ഇവരുടെ എല്ലാം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. അതേസമയം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിലും പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ റിപ്പോർട്ട് അടക്കം, അതായത് വൈദ്യപരിശോധന റിപ്പോർട്ട് അടക്കം വരാനുണ്ട്. അതിനുശേഷമായിരിക്കും ഷൈൻ ടോം ചാക്കോയെ വിളിപ്പിക്കുക. മാത്രമല്ല, ഷൈൻ ടോം ചാക്കോയുടെ ഫോണുകളടക്കം പരിശോധിക്കുകയാണെന്നാണ് നേരത്തെ അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഈ ഫോണിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇനി ഏറ്റവും പ്രധാനമായും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ ബന്ധം അത് പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. ആരൊക്കെയാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നത്, ഇവർക്ക് ആരിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി കിട്ടുന്നത്, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധനയ്ക്ക് ആയി ഒരുങ്ങുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ സെറ്റിലേക്ക് അടക്കം പരിശോധന ഉണ്ടാകുമെന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ കമ്മീഷണർ അടക്കം വ്യക്തമാക്കുന്നത്. മനു, ശരി.